ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല ഷവായി ആണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഇട്ടേക്കുന്നത്. നല്ല ആഴത്തിൽ വരഞ്ഞും കൂടി വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും വിനാഗിരിയൊക്കെ ചേർത്ത് കഴുകിയാണ് എടുത്തേക്കുന്നത്. ഇനി ഒരു 12 പിരിയൻ മുളകും 8 നല്ല എരിവുള്ള മുളകും എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ. ആ മുളകൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനാഗിരിയാണ്. ഏകദേശം 1 ടീസ്പൂണോളം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7 കശുവണ്ടി പരിപ്പുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് സോക്കായിട്ട് വരണം, അതിന് വേണ്ടിയിട്ടാണ്. ഒരു 8 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ അത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരുവേ. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സവോള എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞ് സവോള എടുത്ത് വെച്ചേക്കുവാണ്. അതിങ്ങനെ നമുക്ക് മുറിച്ചതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുവാണേ. ഇനി 1.5 കൈപ്പിടിയോളം ചുവന്നുള്ളിയും കൂടി വേണം. സവാള ഒഴിവാക്കിയിട്ട് മൊത്തവും ചുവന്നുള്ളി എടുക്കണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുതലാണ്. പക്ഷേ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് സവാളയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു തുടം വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മുളകുണ്ടല്ലോ, മുളകും കശുവണ്ടി പരിപ്പും ഉണ്ടല്ലോ, അതും കൂടി മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടിങ്ങനെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒരു പരുവത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്. 2-3 ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1.5 ടീസ്പൂണോളം ഹോം മെയ്ഡ് ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കൈപ്പിടിയോളം മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്തതാണ്. പുതിനയില കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഒരു 3-4 തണ്ടേ എടുത്തിട്ടുള്ളൂ. ബാക്കി കൂടുതലും മല്ലിയിലയാണ് എടുത്തേക്കുന്നത്. അത് തണ്ടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഇപ്പം നമ്മൾ ഉപ്പ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മസാലയും കൂടി നന്നായിട്ട് അരഞ്ഞ് കിട്ടും. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ മുളകും അതുപോലെ തന്നെ വിനാഗിരിയൊക്കെ കുതിർത്ത് വെച്ച വെള്ളമാണ്. അതിലേക്ക് നമുക്ക് ഒരു 2 തക്കാളി, കുഞ്ഞൻ തക്കാളിയാണ്, 2 തക്കാളി ഒരു 3-4 ആയിട്ട് മുറിച്ചതിന് ശേഷം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ, നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇനി നമ്മൾ വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുള്ള ആ ചിക്കനിലേക്ക് ഈ ഒരു മസാല ഫുള്ളും നന്നായിട്ടിങ്ങനെ പുരട്ടി കൊടുക്കണേ. ഓരോ ചിക്കൻ്റെ കഷ്ണങ്ങളിലും നമ്മൾ വരഞ്ഞ് വെച്ചേക്കുന്നതിനെ ആ ഒരു ഉള്ളിലേക്ക് മസാലയൊക്കെ നന്നായിട്ടിങ്ങനെ ഇറങ്ങി ചെല്ലണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ കുറേ സമയം എടുത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറയുന്നത്. ഇനി തട്ടിപ്പൊത്തി അടച്ച് വെച്ചേക്കാം. ഒരു 3-3.5 മണിക്കൂർ, 4 മണിക്കൂറൊക്കെ വെക്കാൻ പറ്റിയ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ ഒരു 3.5 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നുള്ളേ. ആ മുളകും കശുവണ്ടി പരിപ്പും കുതിർത്ത വെള്ളം കളയണ്ട. അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഈ കഷ്ണങ്ങളിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മസാലയ്ക്ക് തന്നെ നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറാണ്. ഇനി ഞാൻ 3 ലിറ്ററിൻ്റെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു 3-4 തുള്ളി, ഒരു 1/4 ടീസ്പൂണും നമ്മുടെ റിഫൈൻഡ് ഓയിൽ, ഏതെങ്കിലും മണമില്ലാത്ത റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്, അത് ഇട്ട് കൊടുക്കാം. ഇനി ആ ചിക്കൻ്റെ കഷ്ണങ്ങൾ ആ ഒരു അരപ്പൊന്നും ചേർക്കാതെ കഷ്ണം മാത്രം നമ്മളിങ്ങനെ ഒന്ന് കുടഞ്ഞ് ഇതിലേക്ക് അങ്ങ് അടുക്കി അങ്ങ് വെച്ച് കൊടുക്കണം. ഈ 3 ലിറ്ററിൻ്റെ കുക്കർ കറക്റ്റായിരുന്നു കേട്ടോ ഈ ഒരു 1 കിലോ ചിക്കൻ വെന്ത് കിട്ടാനായിട്ട്. അങ്ങനെ ഫുള്ളും ഞാനിതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക്. അപ്പം ബാക്കി ഇത്രയും മസാല ബാക്കി വന്നിട്ടുണ്ട്. അതങ്ങ് മാറ്റി വെച്ചേക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ആ മുളകൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഉണ്ടല്ലോ, ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി കുക്കർ അടച്ച് വെച്ചിട്ടൊരു 3 വിസിൽ, 2 വിസിൽ ഹൈ ഫ്ലെയിമിലും 1 വിസിൽ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാമേ. അപ്പോൾ ആ ആവിയൊക്കെ പോയിട്ടുണ്ട്. കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. കുക്കറിൽ കിടന്ന് തന്നെ ആവി പോകുന്ന സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആ ചിക്കൻ ആ സമയം കൂടി ഇരുന്ന് നന്നായിട്ട് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വലിയൊരു കടായി എടുക്കാം. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ കഷ്ണങ്ങൾ മാത്രം പതിയെ പൊടിയാതെ എടുത്ത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ. ഞാനിപ്പോൾ ഇതുപോലൊരു ചവണ കൊണ്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തവി കൊണ്ടോ അല്ലെങ്കിൽ തണുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് വേണമെങ്കിലും പെറുക്കി ഇട്ട് കൊടുക്കാം. പക്ഷേ ഒട്ടും തന്നെ പൊടിഞ്ഞു പോകരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്
ഇത് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ മൊരിയിച്ചെടുക്കണം. പുറം ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. ഉള്ളൊക്കെ എന്തായാലും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കാരണം നമ്മളിത് കുക്കറിലിട്ട് വേവിച്ചുകൊണ്ട് തന്നെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഇനി മുതൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ 2 ഭാഗവും നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെച്ചതിന് ശേഷം അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കാമേ. ആ ഒരു ലെഗൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇത് മൊരിഞ്ഞ് വരുമ്പോഴും നല്ല ഭംഗിയാണ്. ഏറ്റവും ലാസ്റ്റത്തെ 2 പീസ് ഉണ്ടായിരുന്നു, അതും കൂടി ഞാനിങ്ങനെ മൊരിയിച്ചെടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ അത്യാവശ്യം കുറഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഒരു കരടൊക്കെ മാറ്റിയതിന് ശേഷം കുക്കറിലുണ്ടായിരുന്ന ഗ്രേവി ഉണ്ടല്ലോ, ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, നമ്മൾ വേവിച്ചപ്പോൾ കിട്ടിയ വെള്ളം അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മസാല ഉണ്ടല്ലോ, ആ ഒരു പേസ്റ്റ് മസാല ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കിടന്ന് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരണം. ശരിക്കും പറഞ്ഞാൽ ഇത് പൊറോട്ടയുടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെയും പിന്നെ നമ്മുടെ കുബൂസ് ഉണ്ടല്ലോ അതിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഏകദേശം ഒരു 8-10 മിനിറ്റ് ആയപ്പോഴത്തേക്കും ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഒരു ഇച്ചിരിയും കൂടി ഒന്ന് കുറുകി വരണം. എന്നിട്ട് വേണം നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ഫുള്ളും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാനേ. ഇനി ഈ ഒരു മസാലയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പെരണ്ട് നല്ല കട്ടിയായിട്ട് ഇങ്ങനെ പെരണ്ട് ഓരോ കഷ്ണങ്ങളിലും ആ ഒരു മസാലയൊക്കെ പിടിച്ചിങ്ങനെ വരണം. പിന്നെ ഇതിന് കറിവേപ്പിലയും കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ മസാല ഷവായിയുടെ പണി ഏകദേശമൊക്കെ കഴിയാറായിട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു കളറ് ഇങ്ങനെ ഇരിക്കുന്നത് തോന്നുന്നെങ്കിലും തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ബ്രൗണിഷ് കളറാവേ. നല്ലോണം മസാലയൊക്കെ പെരണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇനി ഇത് നമുക്കിത് തട്ടിപ്പൊത്തി അങ്ങ് വെച്ചാൽ മതി. ഇനി നമുക്ക് തംബ്നെയിലിൻ്റെ ഫോട്ടോയും വീഡിയോയൊക്കെ എടുക്കണേ. അപ്പോൾ ദേ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത് നമ്മൾ പൊറോട്ടയുടെ കൂടാണ് കേട്ടോ കഴിക്കുന്നത്. ഇനി ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, കുറച്ചൊരു ഭംഗിക്കും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നിപ്പം നമ്മളിത് കഴിക്കുന്നത് പൊറോട്ടയുടെ കൂടെയാണ്. ആ ഒരു മല്ലിയില മുകളിൽ കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ചിക്കൻ്റെ പീസൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.